ചെറു തിരുനാവായ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷെ എന്താല്ലേ, ആലും മാവിനെ ആല് വിഴുങ്ങിയിരിക്കുകയാണ്. അല്ല, മാവിനെ ആല് വിഴുങ്ങി, ആലിനെ മാവ് വിഴുങ്ങി, ഏതാന്ന് പറയാൻ കഴിയില്ല. അടിപൊളി. ഇവിടെ നോക്കിയാൽ പുഴ നമുക്ക് കാണാൻ പറ്റും. നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ത്തിലേക്കുള്ള കാഴ്ച ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? ഉണ്ടല്ലോ. ഓം നമഃശിവായ. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപീണേ അഗ്രദാ ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ. ഈ നാമം ജപിച്ച് 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക. നമ്മുടെ ഒരു വൃക്ഷാരാധനയൊക്കെ തന്നെ ഭാരതീയ സങ്കല്പം തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളെയും ആരാധിക്കുന്ന ഒരു സമൂഹം, അതിനെയൊക്കെ തന്നെ പൂജിക്കുന്ന ഒരു സമൂഹം, അതിൻ്റെ അർത്ഥം തന്നെ ഈ വലിയ ഉന്നതമായ പ്രപഞ്ചവീക്ഷണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഋഷീശ്വരന്മാർ വെറുതെ ഒന്നും അങ്ങനെ പറഞ്ഞതായിരിക്കില്ല. ഈ ഒരു ശ്ലോകം തന്നെ നോക്കുക, എത്രമാത്രം അർത്ഥവത്തായ ഒരു ശ്ലോകമാണ് അവർ ഇവിടെ ഉച്ചരിച്ച് നമുക്കായിട്ട് ബാക്കി വെച്ചത്. അതാണിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെയധികം നമ്മുടെ പുതിയ തലമുറ വായിക്കേണ്ടതാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടുവല്ലോ. ഇത് വളരെ പ്രാചീനമായിട്ടുള്ളൊരു സ്ഥലമാണ്, ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലമാണ്. കേളപ്പൻ തൊട്ട് അപ്പുറത്താണ്. അപ്പുറത്ത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം, ഇപ്പുറത്ത് ബ്രഹ്മക്ഷേത്രം, ശിവക്ഷേത്രം, ത്രിമൂർത്തി സംഗമം. ഗാന്ധിജി അടക്കം വന്നുപോയ ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇവിടെയാണ് നിമജ്ജനം ചെയ്തിട്ടുള്ളത്. കേളപ്പൻ്റെ സ്മൃതി ഇരമ്പുന്ന ഒരു മണ്ണാണ്. ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യം, ദേശീയ പ്രസ്ഥാനത്തിനൊക്കെ വലിയ സംഭാവന നൽകിയ ഒരു മണ്ണ്. ഈ ശിവക്ഷേത്രത്തിന് ഒട്ടനവധി പ്രാധാന്യങ്ങളുണ്ട്. ആ പ്രാധാന്യങ്ങളൊക്കെ തന്നെ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. പൈതൃകം എന്ന് പറയുന്ന സിനിമ, ജയരാജൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടും ഇതിനടുത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചെറു തിരുനാവായ ശിവക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ജനാർദ്ദനേട്ടൻ എൻ്റെ മുന്നിലുണ്ട്. ജനാർദ്ദനേട്ട, എന്തൊക്കെയാണ് ജനാർദ്ദനല്ലേ? ജനാർദ്ദനേട്ട, എന്തൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ജനാർദ്ദനേട്ടന് പറയാനുള്ളത് നമ്മുടെ ഭക്തർക്ക് വേണ്ടിയിട്ട്? ഓം നമഃ ശിവായ. ഭഗവാനെ, ചെറു തിരുനാവായ, അതായത് തവനൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമാണ്. ഈ ഭാരതപ്പുഴയുടെ തെക്കേ അറ്റത്തെ ശിവക്ഷേത്രവും അതേമാതിരി ബ്രഹ്മക്ഷേത്രവും കുടികൊള്ളുന്നു. അതേമാതിരി തന്നെ വടക്കേ അറ്റത്തെ നവാമുകുന്ദ ക്ഷേത്രവും കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം, അതായത് തവനൂർ തിരുനാവായ എന്ന സ്ഥലത്ത് ആ തെക്കൻ കാശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 3 ക്ഷേത്രങ്ങളും അതിപുരാതനമായ ക്ഷേത്രങ്ങളാണ്. അതിനോടനുബന്ധിച്ചുള്ള തെക്കേക്കരയിൽ കുടികൊള്ളുന്ന ശിവക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ശിവൻ ശാന്തരൂപനായിട്ടാണ് കുടികൊള്ളുന്നത്. ഇവിടെ വന്ന് ഭക്തജനങ്ങൾ ആരുടെയും സങ്കടം ബോധിപ്പിച്ചാൽ ശിവൻ പ്രീതി ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. പിന്നെ തിരുനാവായ ബലികർമ്മങ്ങൾക്ക് വരുന്ന വ്യക്തികൾ അവിടെ ബലികർമ്മങ്ങൾ ചെയ്തതിന് ശേഷം തെക്കോട്ട് തിരിഞ്ഞ് ബ്രഹ്മാവിനെയും ശിവനെയും തൊഴണമെന്ന് സാധാരണ പറയാറുണ്ട്.
പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല കർമ്മഫലം. തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും കൂടി വന്ന് ഭഗവാനെ കൈകൂപ്പി അവിടുത്തെ സങ്കടങ്ങൾ ബോധിപ്പിച്ചാൽ മാത്രമേ നമ്മളുടെ ബലികർമ്മങ്ങൾ പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളൊരു നഗ്ന സത്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇവിടെ തിരുനാവായ ബലികർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ തവനൂർ വന്ന് ബ്രഹ്മദേവനെയും ശിവനെയും നേരിൽ കണ്ട് കൈകൂപ്പി അവരുടേതായ സങ്കടങ്ങൾ ബോധിപ്പിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി കഴിയുന്നത് ശിവരാത്രി മഹോത്സവമാണ്. ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായി ഇവിടെ നടത്താറുണ്ട്. അതുമാത്രമല്ല, വൃശ്ചിക മാസത്തിൽ അഖണ്ഡനാമ യജ്ഞം ഇവിടെ അതിഗംഭീരമായി എല്ലാ വർഷവും നടത്താറുണ്ട്. അതിന് സാധാരണ എത്രയോ ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട്. 24 മണിക്കൂർ അഖണ്ഡനാമ യജ്ഞം ചെല്ലുന്നത് കൊണ്ട് ഈ പ്രദേശത്തിനും ഇവിടെയുള്ള നാട്ടുകാർക്കും ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ഭക്തജനങ്ങൾക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. ജനാർദ്ദനേട്ടാ, എനിക്ക് വളരെ ഒരു പ്രത്യേകത തോന്നുന്ന ഒരു കാര്യം, സാധാരണ കിഴക്ക് ഭാഗത്താണ് ശിവക്ഷേത്രങ്ങൾ നന്ദിരൂപം കാണാറ്, പടിഞ്ഞാറ് ഭാഗത്താണ് തിരുനാവായ ക്ഷേത്രത്തിൽ നന്ദിരൂപം കണ്ടത്. ഇവിടെ തെക്കു ഭാഗത്താണ് അല്ലേ? ഇവിടെ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ശിവക്ഷേത്രത്തിലെല്ലാം കിഴക്ക് ഭാഗത്താണ് ഉണ്ടാവാറ് കുടികൊള്ളാറുള്ളത്. പക്ഷേ ഇവിടെ മാത്രം തെക്ക് ഭാഗത്താണ്. അതും ഗണപതി ദേവന്റെ അടുത്ത് തന്നെയാണ് കുടികൊള്ളുന്നത്. ഗണപതിയുടെ തൊട്ട് മുന്നിൽ തന്നെയായിട്ടാണ് കുടികൊള്ളുന്നത്. അതിനെന്തോ പ്രത്യേകതയുണ്ട്. പക്ഷെ അതിപുരാതനമായതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, പറ്റി വലിയ അറിവില്ല. എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളും ആയിരിക്കില്ല അല്ലേ? ഇല്ല. നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് വേദ പാഠശാലയാണ്. ഇവിടെ അതിപുരാതനമായി വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് എത്രയോ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം മുമ്പത്തെ മാതിരി വേദപാഠങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. എങ്കിലും ഈ സമ്മർ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ഇവിടെ വീണ്ടും വേദപാഠങ്ങൾ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഓർമ്മയിൽ തന്നെ ഏകദേശം ഒരു 60 വർഷം മുമ്പ് നിത്യവും വേദങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-100 കുട്ടികൾ ഇവിടെ വേദങ്ങൾ പഠിക്കാൻ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തോ ചില പ്രശ്നങ്ങളോ എന്തെങ്കിലും അവരുടേതായ പ്രശ്നങ്ങൾ കാരണം പിന്നീട് നിർത്തേണ്ടി വന്നു. എങ്കിലും ഇപ്പോഴും അത് പുനരാരംഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ശിവക്ഷേത്രത്തിൽ, ബ്രഹ്മക്ഷേത്രം കഴിഞ്ഞു, ശിവക്ഷേത്രം കഴിഞ്ഞു, വേദപാഠശാല നമ്മൾ കാണിച്ചു. ഇവിടെ നേരെ പോകുന്നത് കേളപ്പജിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേദിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു തീച്ചൂളയായ കേളപ്പജിയുടെ ഓർമ്മകളിരമ്പുന്ന അദ്ദേഹത്തിൻ്റെ ശാന്തി കുടീരത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വലിയൊരു അധ്യായമാണ് കേളപ്പൻ. ഖാദി നെയ്ത്ത് പരിശീലന കേന്ദ്രം തവനൂർ. ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, കോഴിക്കോട് സർവോദയ സംഘത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു മണ്ണ്. ഇവിടെ കേളപ്പൻ കേരളത്തിൽ നിന്നുകൊണ്ട് ഗാന്ധിയൻ ദർശനങ്ങൾ നാടാകെ പ്രചരിപ്പിക്കുന്നതിനും ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആസൂത്രണങ്ങൾ ഒക്കെ നടന്ന മലബാറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം. ഇതിനെ ശാന്തി കുടീരം എന്നാണ് പറയുന്നത്. ഇവിടെ എത്രയെത്ര ദേശീയ നേതാക്കന്മാർ വന്നിട്ടുണ്ടെന്നറിയും. ഞാൻ നേരത്തെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞു. ഗാന്ധിജിയുടെ ചിതാഭസ്മം മാത്രമല്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചിതാഭസ്മം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ ചിതാഭസ്മം ഇവിടെ നിമജ്ജനം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ തിരുനാവായക്കും ഈ തവനൂരിനും ഒക്കെ തന്നെ ആ ചരിത്രപരമായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ അതായത് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു മണ്ണ് കൂടിയാണ് ഇത് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ ജനിച്ചു വളർന്നുപോയ കുട്ടികൾക്ക് പോലും ഇതിൻ്റെ പ്രാധാന്യം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ചരിത്രം മാത്രമല്ല, നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ അറിഞ്ഞെടുക്കുക. ഭൂതകാലത്തിനെ അറിഞ്ഞെടുത്ത് ഭൂതകാലത്തിൻ്റെ പശയിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് ഭാവി കാലമൊക്കെ കുതിക്കേണ്ടതുണ്ട്. അതിനൊരു ധാർമ്മികമായ അടിത്തറ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ധാർമ്മികമായ അടിത്തറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണം? ആ ചരിത്രത്തിലേക്കും ആ ഭൂതകാലത്തിലേക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വെളിച്ചം, ഒരു ടോർച്ച് അടിച്ച് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽബട്ടൺ കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.